അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, അതായത് തൻ്റെ വീട്ടിൽ നിന്ന് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, ഒരു വിഷയം ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് ആ ചെയ്യാൻ പോകുന്ന കാര്യം, ആ ഉദ്ദേശിച്ച കാര്യം, അവൻ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു കിട്ടാൻ, അതായത് ഒരു മേലുദ്യോഗസ്ഥന്റെ അടുത്ത് ചെന്ന് തനിക്കൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം ബോധ്യപ്പെടുത്താനുണ്ട്, അത് പൂർത്തിയായി കിട്ടണം, അല്ലെങ്കിൽ മറ്റൊരു പല ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ പറയാൻ പോകുന്ന ആയത്ത് 7 തവണ ഓതി പുറപ്പെട്ടാൽ അത് ഏത് മനസ്സുള്ള ഭീകര മനസ്സുള്ള മേലുദ്യോഗസ്ഥനായാലും, അതായത് നാം പേടിക്കേണ്ട, അതായത് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാൽ തീർച്ചയായും ഞാൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരില്ല, ഉറപ്പാണ്. അദ്ദേഹം അത് തിരസ്കരിക്കും, ചീത്തവാക്കുകളെ കൊണ്ട് എന്നെ അവിടുന്ന് പുറത്താക്കും, പല കാര്യങ്ങൾ പറഞ്ഞ് പല അടവുകൾ ഉപയോഗിച്ച് അദ്ദേഹം എന്നെ പുറംതള്ളും. എന്നാൽ അവൻ പോലും അവന്റെ മനസ്സിൽ അല്ലാഹു തആല നിന്നോട് ദയയിട്ട് കൊടുത്ത് നിനക്കുള്ള കാര്യങ്ങൾ അവൻ ചെയ്തു തരും, ഉറപ്പാണ്. ഇത് മഹാന്മാരാണ് പഠിപ്പിച്ചത്. മഹാനായ ദൈറബി ഇമാമിനെ പോലോത്ത, സനൂസി ഇമാമിനെ പോലോത്ത, യാഫി റളിയല്ലാഹുവിനെ പോലോത്ത മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച അത്ഭുത ഒരു ആയത്താണ്. മഹാന്മാർ നമുക്ക് പഠിപ്പിക്കാണ്. അതായത് സൂറത്ത് യൂസുഫിലെ 68-ാമത്തെ ആയത്ത്, അതായത് വലമ്മ ദഖലു മിൻ ഹൈതു അമറഹും അബൂഹും മാ കാന യഗ്നി അൻഹും മിനല്ലാഹി മിൻ ഷൈഇൻ ഇല്ലാ ഹാജത്തൻ ഫീ നഫ്സി യഅഖൂബ ഖദാഹാ വഇന്നഹു ലദു ഇൽമിൻ ലിമാ അല്ലംനാഹു വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ എന്ന ഈ ചെറിയൊരു ആയത്ത് 7 തവണ ഓതി കൈകളിൽ ഊതി നെഞ്ചത്തേക്ക് തടവിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ അവന്റെ കാര്യം സാധിപ്പിച്ചു കിട്ടുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടെ ചെയ്തവന് തീർച്ചയായും അതിന്റെ ഫലം കണ്ടിരിക്കും. അല്ലാഹു യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, യഥാർത്ഥ ഈമാൻദാരികളുടെ കൂട്ടത്തിൽ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.